പൂർത്തിയാകാത്ത പൂജകളിൽ നിന്ന് തുടങ്ങി വീണ്ടും ഒരു വൈശാഖ ഉത്സവകാലം കൂടി വന്നു കഴിഞ്ഞു. 27 നാൾ നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ കൊട്ടിയൂർ പെരുമാളിന്റെ തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും ഉൾപ്പെട്ട ഭണ്ഡാരങ്ങളും മുതിരേരിക്കാവിൽ നിന്നുള്ള ആദിപരാശക്തിയുടെ വാളും കൊട്ടിയൂർ അക്കരെ സന്നിധാനത്തിൽ എത്തിച്ചതോടെ കൊട്ടിയൂരിൽ വീണ്ടും ഒരു ദർശനകാലത്തിന് കൂടി തുടക്കമായി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആദ്യ ശീവേലി നടന്നു. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് എന്നതാണ് ശീവേലിയുടെ സങ്കല്പം. 11 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുളുന്ന ഉമാമഹേശ്വരന്മാർ ഭരണാധികാരികൾക്കൊപ്പം അക്കരെ സന്നിധാനത്തിലേക്ക് എഴുന്നള്ളിയതിനു ശേഷമുള്ള ആദ്യ ശീവേലിയാണ് ഇന്ന് നടന്നത്. നിരവധി ഭക്തജനങ്ങളായിരുന്നു ആദ്യ ശീവേലി ദർശിക്കാൻ അക്കരെ സന്നിധാനത്ത് കാത്തുനിന്നത്. വർഷത്തിൽ വെറും 28 ദിവസം പ്രവേശനം അനുവദിക്കുന്ന അക്കരെ കൊട്ടിയൂരിലേക്ക് മഹാദേവനെ കാണുവാൻ വിശ്വാസികൾ എത്തുന്ന ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കുകയില്ല. പ്രകൃതിയോട് ചേർന്നുള്ള പൂജകളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളുമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തെയും വൈശാഖ മഹോത്സവത്തെയും വ്യത്യസ്തമാക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന വൈശാഖ മഹോത്സവത്തിന് പിന്നിലെ വിശ്വാസങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനവും ബാവലിപ്പുഴ ഒഴുകി ശുദ്ധി വരുത്തിയ ക്ഷേത്രസ്ഥാനവും മഴയുടെ പുണ്യ സാന്നിധ്യവും ചേരുന്ന കൊട്ടിയൂർ ക്ഷേത്ര ദർശനം വിശ്വാസികൾക്കൊരു പുണ്യ തീർത്ഥാടനം കൂടിയാണ്. കൊട്ടിയൂർ പെരുമാളിന്റെ ആദ്യ ശീവേലിക്ക് ശേഷം സഹസ്രകുംഭാഭിഷേകം, നവകം, തിരുവത്താഴ പൂജ, ശ്രീഭൂതവെള്ളി ചടങ്ങുകളും നടന്നു. തുടർന്ന് 36 വെള്ളിക്കുടം കൊണ്ട് ജലാഭിഷേകം പനയൂർ നമ്പൂതിരി നടത്തി. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.